എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 5, 6, 7, 8, 9 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ചമസൻ എന്ന യോഗീശ്വരൻ മഹാരാജാവിനോട് മറുപടി പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. വിപ്രോ രാജന്യവൈശ്യൗ ച ഹരേ പ്രാപ്താപദാന്തികം ശ്രൗതേന ജന്മനാഥാപി മുഹ്യന്ത്യാംനായവാദിന. അല്പജ്ഞാനത്താൽ അഹങ്കരിക്കുന്നവരെ ചികിത്സിക്കാൻ പ്രയാസാണ്. അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കണം എന്ന് ഈ ശ്ലോകത്തില് പറയുന്നു. അധികാരത്തെ പ്രാപിച്ചിട്ടും ഭഗവത് ഭജനത്തിൽ വിമുഖരായിരിക്കുന്നവർ നിന്ദ്യന്മാര് തന്നെയാണ്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര് ഇവര് മൂവരും വേദവിധി പ്രകാരമുള്ള ഉപനയനം, അധ്യയനം, യജനം ഇത്യാദികൾക്ക് അധികാരമുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു ജന്മം ലഭിച്ചതുകൊണ്ട് മഹാവിഷ്ണുവിനെ പൂജിച്ച് സായുജ്യം പ്രാപിക്കാനുള്ള യോഗ്യത ഉണ്ടായിട്ടുകൂടി ഭഗവാനെ പൂജിക്കാതെ സ്വർഗാദി ലോകപ്രാപ്തിക്കായിക്കൊണ്ട് ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യണം. അജ്ഞന്മാരെ ഉയർത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നതാണ് ഈ വേദവിധികള്. അതിന്റെ ഒന്നും ആന്തരാർത്ഥം മനസ്സിലാക്കാതെ കർമ്മമാർഗത്തെ തന്നെ പ്രധാനമായിട്ട് കരുതി ചാതുർമാസ്യം മുതലായിട്ടുള്ള ക്രിയകൾ നടത്തുന്നവർക്ക് അക്ഷയമായ ഫലം സിദ്ധിക്കും എന്നിങ്ങനെയുള്ള ഫലശ്രുതികളിൽ ദൃഢവിശ്വാസത്തോടെ യാഗാദി കർമ്മങ്ങൾ മാത്രം നടത്തി ജ്ഞാന സമ്പാദനത്തില് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ജന്മം സഫലമാക്കി തീർക്കാതെ ഈ വിഷയവാസനകളിൽ മാത്രം മുഴുകി അങ്ങനെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങനെ മോഹിക്കുന്നു എങ്കിൽ അത് വളരെ കഷ്ടം തന്നെയാണ് എന്ന് പറയുന്നു. ശ്രൗതേന ജന്മനാഥാഭി മുഖ്യന്ത്യാംനായവാദിന. ജന്മം കൊണ്ട് ഹരിയുടെ പാദത്തിന്റെ സമീപം പ്രാപിച്ചവരാണെങ്കിലും ആംനായവാദിന വേദവാദികളായിട്ട് അങ്ങനെ മോഹിക്കണം. കർമ്മണ്യഗോവിദാ സ്തബ്ധാ മൂർഖാ പണ്ഡിതമാനിന വദന്തി ചാടുകാൻ മൂഢാ യയാമാധ്യാഗിരോത്സുകാ. അവര് കാമ്യകർമ്മം തന്നെ ചെയ്യണുള്ളൂ. അവർക്ക് കർമ്മം ചെയ്യാൻ അറിഞ്ഞുകൂടാ. യാതൊരുവിധം കർമ്മം ചെയ്താൽ ബന്ധഹേതുവായി വരികയില്ലയോ. അങ്ങനെയുള്ള കർമ്മം ചെയ്യാൻ അറിവുള്ളവരാണ് കർമ്മസമർത്ഥന്മാർ. എന്നാൽ അറിവുള്ളവരോട് ചോദിച്ചറിയുകയും ഇല്ല. അഹങ്കാരികളായതുകൊണ്ട് അന്യരോട് ചോദിക്കുന്നത് തങ്ങളുടെ ആ ഗൗരവത്തിന് പോരായ്മയാണ് എന്നും ധരിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിഞ്ഞവരാണ് ഞങ്ങള് എന്നുള്ള നാട്യത്തിന് ഒരു കുറവുമില്ല. തേൻ പോലെ രസിക്കുന്ന ചില മധുരവാക്കുകൾ വേദത്തിൽ കാണും. കാമ്യകർമ്മങ്ങൾ ചെയ്താൽ ശീതം, ഉഷ്ണം, ക്ഷീണം മുതലായവ ബാധിക്കാതിരിക്കുന്ന ലോകത്ത് സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ചിരിക്കാം എന്നിങ്ങനെയുള്ള വാക്കുകള് ആരെ ഉദ്ദേശിച്ച് എന്താവശ്യത്തിനായി പറഞ്ഞതാണെന്നൊന്നും ആലോചിക്കാതെ അക്ഷരാർത്ഥത്തെ കാര്യമായി കരുതി സന്തോഷിച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, അമൃതം ഭുജിക്കാം, അപ്സരസ്ത്രീകളോട് ക്രീഡിക്കാം എന്നിങ്ങനെയുള്ള പ്രിയവാക്യങ്ങള് പറയുന്നു. അതിലാണ് ശ്രദ്ധ. രജസാ ഘോരസങ്കൽപ്പ കാമുകാ അഹിമന്യവ ദാംഭികാ മാനിന പാപ വിഹസന്ധ്യ അച്യുത പ്രിയാൻ. എന്ന് തന്നെയല്ല, കർമ്മത്തില് ശ്രദ്ധ വർദ്ധിക്കുന്തോറും കാമം, ക്രോധം, ദംഭം മുതലായ വൃത്തികൾ വർദ്ധിച്ചു വരികയുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രജോ ഗുണത്തിന്റെ അഭിവൃദ്ധി തന്നെ. അപ്പോഴാണ് ഭയങ്കരമായ ഹിംസാദി കർമ്മങ്ങളില് താല്പര്യം വർദ്ധിച്ചു വരുന്നത്. അതിന് കാരണം നാനാവിധ വിഷയസുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള അതിതാല്പര്യം തന്നെ. ആഗ്രഹം വർദ്ധിച്ചു വരുന്തോറും അത് സാധിക്കാതെ വന്നാലോ അതിന് വല്ല തടസ്സവും മറ്റോ നേരിടുകയും ചെയ്താൽ അപ്പോ ക്രോധം വർദ്ധിച്ചു വരും. അതുകൊണ്ട് കാമത്തിന്റെ അന്യരൂപമാണ് ക്രോധം. എങ്ങനെയെങ്കിലും ഏതു വിധത്തിലെങ്കിലും ലോകത്തെ വഞ്ചിച്ചിട്ടെങ്കിലും തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന വിചാരം മാത്രം
മാത്രമേ ഇപ്പൊ ഉണ്ടാവുള്ളൂ. ധർമ്മം ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന വേഷം കെട്ടിട്ടാണ് എല്ലാവരോടും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, ധർമ്മത്തിൽ നിന്ന് വിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയും. എന്നിട്ടോ ലോകത്തെ വഞ്ചിക്കും. ദുരഹങ്കാരവും നിഷിദ്ധ കർമ്മങ്ങളിൽ താല്പര്യവും ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ യഥാർത്ഥ ഭഗവത് ഭക്തന്മാരെ നിന്ദിക്കുക കൂടി ചെയ്യും അവര്. വദന്തിതന്യോന്യമുപാസിത സ്ത്രീയോ ഗൃഹേഷു മൈഥുന്യപരേഷു ജാശിഷ യജന്ത്യ സൃഷ്ടാന്ന വിധാന ദക്ഷിണം പ്രത്യൈ പരം ഘ്നന്തി പശൂനദ്വിത. രജോ ഗുണം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ വിഷയാശവും വർദ്ധിച്ചു വരും. അതാണ് അതിന്റെ സ്വഭാവം. അങ്ങനെ ഇവരുടെ വിചാരം ക്രമേണ അധോഗതിക്ക് ഹേതുവായിട്ട് വരും. സ്ത്രീകളാണ് ഏറ്റവും മഹിമയുള്ളവര്, വൃദ്ധന്മാരല്ല എന്ന് പരമായിട്ട് അങ്ങോട്ട് ഉറയ്ക്കും. സ്ത്രീകളെ പ്രീതിപ്പെടുത്തുന്നത് തന്നെ ആണ് സുഖത്തിനുള്ള വഴി എന്നങ്ങോട്ട് തോന്നി തുടങ്ങും. സ്ത്രീ സുഖത്തെ പ്രധാനമായി ഗണിക്കുന്നത് തന്നെ ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് തെറ്റായിട്ട് ധരിക്കും. ധനം, വീട്, ഭാര്യാസുഖം, പുത്രസമ്പത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നന്നായി വർദ്ധിക്കട്ടെ, എനിക്ക് ഇപ്പൊ ഒരുവിധം സുഖമായിട്ട് കഴിയാൻ വകയുണ്ടായി. ഇതമദ്യമായാലബ്ധം ഇമം പ്രാപ്സേ മനോരഥം ഇതമസ്ത്രീതമവിമേ ഭവിഷ്യതി പുനർധനം. ഇനിയും ചിലതൊക്കെ കിട്ടാൻ വെച്ചിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും സമ്പത്ത് ഇങ്ങനെ കൂടി വരും. കുട്ടികൾക്ക് പിന്നെ എന്താ വേണ്ടത്? അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയണ ആൾക്കാർ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു മനുഷ്യനായാൽ സാധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു, നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഇങ്ങനെയൊക്കെ അന്യോന്യം അനുഗ്രഹിക്കും, യാഗം നടത്തും, വേണ്ടും വിധമുള്ള അന്നദാനമോ ദക്ഷിണയോ ഒന്നും ചെയ്യില്ല. തങ്ങൾക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് യാഗം കഴിക്കണതും കഴിപ്പിക്കണതും, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മൃഗവധം, യാഗത്തിനാണെന്ന് പേരും പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ വൃത്തി കഴിക്കാൻ വേണ്ടി പ്രാണികളെ കൊന്ന് യാഗം നടത്തുന്നതിനാലുള്ള ഫലം എന്താണെന്നുള്ള അറിവ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രിയാ വിഭൂത്യാഭിജനേന വിദ്യയാ ത്യാഗേന രൂപേണ ബലേന കർമ്മണ ജാതസ്മയേന അന്ധതയ സഹേശ്വരാൻ സതോവമന്യന്തി ഹരി പ്രിയാൻ ഖലാ. അഭിമാനത്തിന്റെ സ്വരൂപം അങ്ങനെ വിസ്തരിച്ചു പറയാം. ധനാദി സമ്പത്ത് കൊണ്ടും ആധിപത്യം മുതലായതുകൊണ്ടും അതിശ്രേഷ്ഠന്മാരായ ബന്ധുക്കൾ ഉള്ളതുകൊണ്ടും തർക്കാദി ശാസ്ത്രങ്ങളിലുള്ള അഭ്യാസബലം കൊണ്ടും നാനാധർമാദികൾ കൊണ്ടും സൗന്ദര്യം കൊണ്ടും ശരീരബലം കൊണ്ടും ശ്രൗത സ്മാർത്ത കർമ്മങ്ങളുടെ ശരിയായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും എനിക്ക് സമനായിട്ട് ആരാ എടുക്കണം, എന്നെ പോലെ ഇത്ര യോഗ്യതയുള്ളതിന് വേറെ ആരാ ഉള്ളത് എന്നുള്ള അഹങ്കാരം കൊണ്ട് ന്യായ അന്യായങ്ങളെയൊന്നും അറിയാതെ ശുദ്ധ അന്ധകാരത്തില് അകപ്പെട്ടവരായിട്ട് അങ്ങനെ ജീവിക്കുക. ഈശ്വരനുണ്ടെന്നും കൂടി ഓർക്കണില്ല അവര്. സജ്ജനങ്ങളെ അപമാനിക്കുന്നതാണ് യോഗ്യതയുടെ ലക്ഷണം എന്നുകൂടി ഓർക്കണം. ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സാധുക്കളെ സൽക്കരിച്ച് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കേണ്ടുന്ന ശ്രേഷ്ഠ സാധനങ്ങളായ ആ ധനം, അതിനു വേണ്ടിയിട്ടാണ് ആ ധനം ഉപയോഗിക്കേണ്ടത്. ആ കാര്യത്തിനൊന്നും ഉപയോഗിക്കാതെ ശരീരത്തെ അലങ്കരിക്കാനും പരന്മാരെ ഉപദ്രവിക്കാനുമുള്ള ആയുധങ്ങളായി കരുതിക്കൊണ്ടിരിക്കുന്ന ഖലന്മാർ എത്ര കണ്ട് അധോഗതി പ്രാപിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസമാണ് എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.